ഏട്ടാ, ഇത് ഞാനാ ലക്ഷ്മി. അമ്മേരേന്ന് നമ്പർ കിട്ടിയിട്ട് കുറച്ച് ദിവസമായി. ഏട്ടൻ വിളിക്കട്ടെന്നും പറഞ്ഞിരുന്നതാ. അപ്പം എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് 2 ആഴ്ചയായി, ഇതുവരെ ഏട്ടന്റെ കോളൊന്നും കാണാത്തപ്പം അങ്ങനെ പറഞ്ഞപ്പോ അമ്മയാ പറഞ്ഞ നിനക്ക് വിളിച്ചുവിടുന്നു. അങ്ങനെ ഞാൻ സോറി ഏട്ടാ രാത്രി വിളിച്ചേന്. തിരക്കിലാണോ? അതൊന്നും സാരില്ലടോ, എനിക്ക് ഇടയ്ക്കായിരുന്നു. പിന്നെന്താ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇവിടെ അല്ലല്ലോ, അവിടെയല്ലേ വിശേഷം. അടുത്തൊരു കുഞ്ഞാ വരാൻ പോവുകയല്ലേ. അതിന് ചെക്കപ്പിന് തന്നെ എന്ന് പോണം. അതെ അതെ, എല്ലാരും വലിയ എക്സൈറ്റ്മെന്റില്ല. കുഞ്ഞനൊരു കൂട്ടായതിന്റെ സന്തോഷത്തിലാ എല്ലാരും. അതിനി നാളെ പോണം ചെക്കപ്പിന്. അതേട്ടാ കണ്ണ ഉറങ്ങിയാ? ഓ സോറി ഏട്ടാ, കോളിലായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല, നോക്കിയാണ് വിട്ടു. പിന്നെ എന്റെ റൂമിലോട്ട് കയറുന്നതിന് നിനക്ക് പിന്നെ ആദ്യമേ നോക്കിയിട്ട് അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഒക്കെ വാങ്ങി വെക്കണമല്ലോ. ഒന്ന് പോയിച്ചേ അവിടെ നിന്ന്. പിന്നെ കുഞ്ഞ് ഇന്ന് എന്റെ കൂടെ കിടക്കാൻ പോണം. അത് അവന്റെ അഭിയച്ചിന്റെ കൂടെ ഇനി കിടക്കാൻ പോണം. പിന്നെ അത്ര വലിയ കോൺഫറൻസ് കോളിലൊന്നും അല്ലായിരുന്നു ഞാൻ. ലക്ഷ്മി വിളിച്ചോണ്ട്. എന്നാലും അങ്ങനെ അല്ലല്ലോ. നിങ്ങളെ പ്രൈവസിയിൽ ഞാൻ കട്ടുറുമ്പ് കണക്ക് നുഴഞ്ഞു കയറിയെന്ന് വിചാരിക്കില്ലേ ലച്ചു? അയ്യോ വേണ്ട ഏട്ടാ, കണ്ണൻ ഇവിടെ കിടക്കണ്ട. അവൻ രാത്രി ഇടുന്ന കരയും, ഏട്ടന്റെ ഉറക്കവും കൂടെ പോവും. എന്റെ ഉറക്കം പോകത്തൊന്നുമില്ല. ഉണരണമെങ്കിൽ ഞാൻ കൊണ്ടുവന്നോളാം. നീ റൂമിൽ ലോക്ക് ചെയ്യണ്ട. ഉണർന്ന് കരയണമെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടു തന്നോളാം. അവൻ എന്തായാലും ഉണർന്ന് കരയൂല. 2 ദിവസമായിട്ട് അവൻ നിന്നെ ഉറക്കാൻ താമസിക്കില്ലെന്ന് അമ്മ പറഞ്ഞായിരുന്നു. അതിൻ്റെത് കാണാനും ഉണ്ട്. അവന്റെ കണ്ണിന്റെ അടിയിൽ മൊത്തം ഡാർക്ക് സർക്കിൾ വന്ന് കിടക്കുന്നു. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, പിന്നെ ഞാൻ നോക്കിക്കോളാം. പറഞ്ഞാ കേട്ടില്ലെങ്കിൽ കേക്കണ്ട, ഞാൻ പോടും. അവസാനം കരയുമ്പോ അങ്ങോട്ടുള്ള ഓടല്ലേ ഏട്ടാ. അല്ല, നീ നാളെ കമ്പനി പോണോ? ഏട്ടാ പോണം. നാളെ എന്റെ സെക്ഷനിലെ തന്നെ 2 പേര് ലീവാ. അപ്പൊ പിന്നെ ഞാനും കൂടെ ലീവ് എടുത്താ അവരെ ബുദ്ധിമുട്ട് കൊണ്ട് മനസ്സിലാക്കണ്ടേ. എങ്കിൽ രാവിലെ ഞാൻ കൊണ്ടാക്കാം. അത് വേണ്ട ഏട്ടാ, ഞാൻ ബസ്സിലങ്ങ് പൊക്കോളാം. ഏട്ടാ ആദുവിനെയും കൊണ്ട് പോവല്ലേ? അതിന് ഞാൻ പോണില്ല. പിച്ചും അമ്മയും കൂടെ പോവാന്ന് പറഞ്ഞു. അച്ഛൻ കണ്ണൻ നോക്കിക്കോളൂല. ഞാൻ രാവിലെ കൊണ്ടാക്കാം. വൈകുന്നേരം ഞാൻ വന്ന് വിളിച്ചോളാം, പോരെ? നീ ബസ്സിലൊന്നും ചാടിക്കയറി വരണ്ട. പറയണ അങ്ങോട്ട് കേട്ടാ മതി. ശരി, എന്നാ പൊക്കോ. ഗുഡ് നൈറ്റ്. ബാഡ് നൈറ്റ്. കണ്ണ മിക്കവാറും ഉണരും. ഉണർന്ന് എങ്ങനെ അപേക്ഷിച്ച് നോക്കണമെന്നറിയില്ല. ഞാൻ കഥ കുറ്റിയിട്ടേ കിടക്കൂല, കാണിച്ചു തരായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു വാക്ക് കേൾക്കൂല. നീ പോളി മാക്കാച്ചി. നീ ഇല്ലെങ്കിലും എന്റെ കൊച്ചിന് നോക്കാൻ എനിക്കറിയാം. ഒരു അപേക്ഷം വന്നേക്കുന്നു. അപേക്ഷനല്ല, അഭിവച്ചങ്ങ. ഒച്ചങ്ങ നിന്റെ മറ്റവൻ പോളി. അല്ല ഞാൻ ഹലോ. സോറിടാ, ഞാൻ അവളായിട്ട് സംസാരിച്ചോണ്ടാ. തന്റെ ആരും ഓർത്തില്ല. ഐ എം സോറി, റിയലി സോറി. അത് സാരല്ലേട്ടാ. അല്ല, കണ്ണൻ എന്നും ഏട്ടൻ്റെ കൂടെയാണോ കിടക്കുന്നത്? എന്നും എന്റെ അടുത്തല്ല. അവൻ ചില ദിവസം എന്റെ കൂടെ കിടക്കാനായിട്ട് വാശി പിടിക്കാറുണ്ട്, ചില ദിവസം ഞാൻ വാശി പിടിക്കാറുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് കിടക്കും. പിന്നെ രാധു മിക്കവാറും കമ്പനിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ ചില ദിവസം നല്ല ടയേർഡായിരിക്കും. അവളെ ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കണ്ടേ, ഫുഡ് നേരെ ചൊവ്വേ കഴിക്കൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ മിക്കവാറും ഞാൻ എടുത്തോണ്ട് വരും. അവള് കുറച്ചാളായതേ ഉള്ളൂ ഇവിടെ വന്നിട്ടെങ്കിലും അവളെ മുഖത്തെ ക്ഷീണവും പാട്ടമൊക്കെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം. ഏട്ടൻ രാധുവിനെ വളരെ സ്പെഷ്യലായിട്ടാണ് കാണുന്നത് തോന്നുന്നു. ചില നേരത്ത് ഏട്ടന്റെ സംസാരം കേൾക്കുമ്പോൾ വളരെ പ്രൊട്ടക്റ്റീവാണ്. ആളെ കുറിച്ച് നല്ല കെയറിങ് ആണ് എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ. അതേനോ, രാധ എനിക്ക് സ്പെഷ്യൽ തന്നെ. ഒത്തിരി അനുഭവിച്ചു വന്നവളാ. അവളെ നമ്മൾ സ്പെഷ്യലായിട്ട് കണ്ടില്ല, പിന്നെ വേറെ ആരെയും നമ്മൾ സ്പെഷ്യൽ ആക്കേണ്ടത്? അവളെ മോനിക്ക് വേണ്ടി അവൾ ജീവിക്കുന്നു. അങ്ങനെ ഒരു അമ്മേനെ നമ്മൾ സ്പെഷ്യലായിട്ട് കണ്ടില്ലെങ്കിൽ പിന്നെ ആരെ കാണണ്ടേ? അവൾ എനിക്ക് സ്പെഷ്യൽ തന്നെയാണ്. അവളുടെ കാര്യത്തിൽ എന്നും കാണും ഈ പ്രൊട്ടക്ഷനും കെയറിങ്ങും എല്ലാം. എടാ, എന്നാ പിന്നെ ശരിയടാ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്.
നാളെ രാവിലെ ഇനി രാജുവിനെ കൊണ്ടാക്കാൻ പോകാനുള്ള ഞാനേ ഉറക്കണിട്ടില്ല ഞാൻ അവിടെ എന്നെ വിളിക്കാതെ പോക്കളയും. അതുകൊണ്ട് ശരിയുണ്ടോ എന്ന്. ഗുഡ് നൈറ്റ്. ഓ എന്നാ ശരി ഏട്ടാ, ഗുഡ് നൈറ്റ്. അഭിയേട്ടാ, ഏട്ടൻ എന്താ ഇവിടെ? എടാ അത് ഞാൻ ആദ്യം വന്നിട്ടില്ല, അപ്പൊ രാധുവിനെ വിളിക്കാൻ വേണ്ടി വന്നാ. അവൾ ഇറങ്ങിയോ? ഓ അങ്ങനെ. അവളിറങ്ങി. ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ടാ. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല എന്തെങ്കിലും പറഞ്ഞേ. പ്രശ്നമൊന്നുമില്ല ഏട്ടാ, വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്കിങ്ങനെ വളച്ചൊടിച്ച് പറയാമെന്ന് പറഞ്ഞു. അപ്പം അതിനടുത്ത് ചോദിക്കാമെന്നാ വിചാരിച്ചേ. അപ്പം അവൾ വീണ്ടും ഒരാഴ്ച ചെയ്യും. അപ്പം പിന്നെ ചേട്ടനെ കണ്ടപ്പോൾ ചേട്ടനെ ചോദിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് രാധുവിനെ കെട്ടിച്ചേരാമോ? എനിക്കായിട്ട് തരാമോ അവളെ? അവളെ കുഞ്ഞിന് ഞാൻ നോക്കോളാം. അവളുടെ അടുത്ത് നേരിട്ട് ചോദിച്ചാൽ അവൾക്ക് പിന്നെ അതൊരു ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചേട്ടൻ്റെ അടുത്ത്. എടാ നീ ഇതെന്തോന്ന് പറയുന്ന? നീ നീ തമാശക്കല്ലേ? തമാശയൊന്നുമല്ല ഏട്ടാ, അവളെ കാര്യങ്ങളെല്ലാം എനിക്കറിയാം. അപ്പം സഹതാപം തോന്നിയിട്ടൊന്നുമല്ല. നല്ല കുട്ടിയാണ് അവള്. അവളെ മോനെ ഞാൻ എൻ്റെ പൊന്നുപോലെ നോക്കണം, എൻ്റെ സ്വന്തം മോനെ പോലെ നോക്കണം. നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് ചോദിച്ചതാ. എടാ നോക്ക്, ഞാൻ ചോദിച്ചതിൽ തെറ്റില്ല. അവളെ സ്വഭാവം നല്ല സ്വഭാവം തന്നെ, ആര് കണ്ടാലും ഇഷ്ടപ്പെടും. നല്ലൊരു പെർഫെക്റ്റ് ഭാര്യ എന്നല്ല, പെർഫെക്റ്റ് വുമൺ എന്ന് വേണമെങ്കിൽ പറയാൻ. പക്ഷേ നീ ചോദിച്ചത് അത് മാത്രം നടക്കൂല. അതൊരിക്കലും നടക്കൂല. നിനക്കല്ല, ആർക്കും. ഓ നമ്മളെ പോണേ. ശരി, നാളെ കാണാം. അതുവാ പോവാം. നിന്നെ കൊണ്ടാക്കിട്ട് വേണം എനിക്ക് സ്റ്റേഷനിലോട്ട് പോവാൻ. നിങ്ങളെന്തിവിടെ ഒരറിയിപ്പ് അറിയിച്ചില്ല? വിളിച്ചപ്പോ പോലും ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ ഇത്ര വരെ ആണ്ട ചേട്ടത്തിന് ഒരാവശ്യത്തിനായിട്ട് വന്നതാ. അപ്പൊ പിന്നെ വിചാരിച്ച് ആദ്യമോള വിശേഷം അറിഞ്ഞ സ്ഥിതിക്കൊന്ന് കയറിയിട്ട് പോവാന്ന്. അങ്ങനെയാ നമ്മളെല്ലാരും കൂടെ ഇങ്ങനെ പോകുന്നത്. വിശേട്ടാ എന്താ ലക്ഷ്മോള അമ്മ അച്ഛനൊക്കെ വന്ന്. നിങ്ങൾ നിങ്ങളാ? ഇത് വലിയ സർപ്രൈസ് ആയല്ല. വരി വരി ഇരിക്കെ എല്ലാരും ഇരിക്കെ. അല്ല എന്നിട്ട് മക്കളെവിടെ? അല്ല അഭി എവിടെ? അഭി പോയാ? ഓഫീസിൽ പോയാ? കാണാനില്ല. കൊച്ചുങ്ങളാരും ഇല്ലേ ഇവിടെ? വിച്ച് ആദ്യം ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോഴേ ആദ്യക്ക് നല്ല ക്ഷീണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പോയി ഇത്തിരി കിടന്ന് മയങ്ങട്ടെന്ന് വിചാരിച്ച്. പിന്നെ അഭി രാവിലെ പോയായിരുന്നു, പോയിട്ട് വന്ന് പിന്നെ ചോറ് കഴിച്ചിട്ട് ഇവിടെ കിടന്ന്. പിന്നെ മോള് ഒറ്റയ്ക്കല്ലേ ഉള്ളു, രാധമോളെ. അപ്പൊ രാവിലെ കൊണ്ടാക്കിയായിരുന്നു. അപ്പൊ ഇനി വൈകുന്നേരം വിളിക്കാനായിട്ട് പോയേക്കുന്നു. അപ്പൊ അതുകൊണ്ട് അവൻ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പിന്നെ പോയില്ല. ആദ്യമോളെ സുഖമല്ലേ? ഡോക്ടർ എന്താ പറഞ്ഞു? ഞാൻ ഇവരെ വീട്ടിലോട്ട് വന്ന. അപ്പൊ പിന്നെ മോളെ വിശേഷം അറിഞ്ഞ സ്ഥിതി കണ്ടിട്ട് വന്ന് വിചാരിച്ചു. കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ക്ഷീണം. അതൊക്കെ ഇതിലുള്ളതാ മോളെ. അല്ല വിശ്വ, അവരിതുവരെ കണ്ടില്ലല്ലോ. നീ അവര് വേറെ എങ്ങോട്ടെങ്കിലും പോവോ? അല്ല അവനെ കൂടെ കണ്ടിട്ട് പോവാന്നും പറഞ്ഞ നമ്മള് പിന്നെ. ആണല്ലേ. അല്ല ഈ വൈകുന്നേരമൊക്കെ അല്ലേ ഇത്തിരി ഓട്ടോ കിട്ടുന്ന ടാക്സിക്കൊക്കെ. ഈ ഓഫീസിലുള്ളവരൊക്കെ ടാക്സിക്ക് ബുക്ക് ചെയ്യുന്ന ഈ ടൈമിലൊക്കെ അല്ലായിരുന്ന. മോള് ബസ്സിലാണ് വരില്ലായിരുന്ന രാധു, അല്ലെങ്കിൽ ഒരു വണ്ടി പറഞ്ഞിട്ടാലും മതിയായിരുന്നില്ല. മോന് ഓട്ടം പോവായിരുന്നു, ഉള്ള ഓട്ടം കളയേണ്ടിയിരുന്നു. ആദ്യം ആദ്യത്തെ വിശേഷം അറിയുന്നതിന് മുമ്പ് അവരെന്നോട് സ്കൂട്ടിയിൽ പോയിട്ട് രണ്ടുപേരും ഒന്നിച്ചിഞ്ഞ് വരും. രണ്ടുപേർക്ക് ഓട്ടിക്കാനൊക്കെ അറിയാം. അഭി എന്നെ രാധുമോളെ പഠിപ്പിച്ചത്. പിന്നെ രണ്ടുപേരും പോയിട്ട് ഇനി വരുന്ന കാര്യം വന്നു. പിന്നെ പ്രഗ്നന്റ് ആയെന്ന് അറിഞ്ഞപ്പോ വിച്ച് കൊണ്ടാക്കിയിട്ട് രണ്ടുപേരും കൂടെ വൈകുന്നേരം വിളിച്ചോണ്ട് വരും. അങ്ങനെ കൊച്ചിനെ ഒറ്റയ്ക്ക് അങ്ങനെ വിടാറില്ല. പിന്നെ ഇങ്ങനെ ഇല്ലാത്ത തന്നെ അഭി പോയി വിളിച്ചോണ്ട് വരും. അവൻ തന്നെ പോയി അവിടെ നിന്ന് പോയി വിളിച്ചോണ്ട് വരികയാണ്. ഇന്ന് തന്നെ അവൻ പിന്നെ പോയില്ല. പിന്നെ ഇപ്പൊ കണ്ണ വന്നതിന് ശേഷം അവര് മടി തന്നെ. അല്ല ആന്റി, ഇപ്പൊ അഭി രാധുവിനെ വിളിക്കാൻ പോയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല കുറെ നേരം കൊണ്ട് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു നിങ്ങള്. അങ്ങനെയൊന്നും അല്ല മോനെ, ഞാൻ അല്ലാതെ പറഞ്ഞതാണ്.
അപ്പൊ കൊച്ചിന് ഓട്ടം പോവായിരുന്നല്ലോ, ഉള്ള ഓട്ടങ്ങൾ കളയണ്ടെന്ന് പറഞ്ഞതാണ് ഞാൻ. ആന്റി അങ്കിൾ, ഞാൻ ചോദിക്കണോണ്ട് വേറെ ഒന്നും തോന്നരുത്. ഞാനൊരു വക്കീലാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. ഒരാളുടെ മുഖത്തിലെ എക്സ്പ്രഷനും അവരുടെ സംഭാഷണ രീതിയും കേട്ടാൽ എനിക്ക് കാര്യം മനസ്സിലാവും. നിങ്ങൾ വന്നത് ആദ്യനെ കാണാനുള്ളത് ഒരു കാര്യം, പിന്നെ വേറെ എന്തോ കാര്യം നിങ്ങൾക്ക് പറയാനുണ്ട്. നമുക്ക് ഈ വളച്ച് ഒടിച്ച് പറയണത് ഇഷ്ടമല്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് പറയുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ വന്നപ്പോ മുതലുള്ള സംഭാഷണത്തിൽ നിന്ന് എനിക്കതാ മനസ്സിലായത്. അത് പിന്നെ മോൻ പറഞ്ഞത് ശരിയാ. നമ്മള് വന്നത് ഇതിന് മാത്രമല്ല, വേറെ പ്രധാനപ്പെട്ട കാര്യം നമ്മളെല്ലാരും കൂടെ കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യം പറയാനും കൂടിയാ ഞാൻ വന്നത്. ഞാനല്ല, ഞങ്ങള് വന്നത്. അത് നിങ്ങൾ ഈ മുഖവരയിടുന്നതിന് പറഞ്ഞൂടെ? മക്കളെ കല്യാണം വരെയില്ലേ, അതിനെ കുറിച്ച് വല്ലതും വേണം. എന്തായാലും നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തുറന്നു പറയാം. നിങ്ങളെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ കല്യാണത്തിനെ കുറിച്ചല്ല, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കല്യാണത്തിനെക്കാട്ടി പ്രധാനപ്പെട്ട കാര്യം. കല്യാണം പ്രധാനം തന്നെയാണ്, പക്ഷേ അതിനു മുമ്പ് ഇതൊന്ന് തീരുമാനമാക്കണമെന്ന് തോന്നി. അതാ നമ്മളിങ്ങോട്ട് വന്നത്. വേറൊന്നുമല്ല, ഇവിടുത്തെ രാധമോളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഏട്ടാ, എന്നെ ഇവിടെ ഇറക്കിയല്ലേ, ഞാൻ പോവാ. ഇനി വീട്ടിൽ കയറ്റിയിട്ട് പിന്നെ തിരിച്ചിറക്കണ്ട. ഏട്ടൻ കുറെ നേരം കൊണ്ട് അവിടെ റെയിൽവേ സ്റ്റേഷനിലാണ് ഇരിക്കുന്നത്. അതോ അമ്മയടുത്ത് പറഞ്ഞേക്കണേ. ശരി, ആരെ ഗസ്റ്റ് ഉണ്ടല്ലോ. എന്റെ പേരില്ല കേട്ടു. രാധമോളെ കുറിച്ചാ? രാധമോക്ക് എന്തൊരു പറ്റി? അഭി പോയിട്ട് ഇതുവരെ വിളിച്ചില്ലേ അമ്മ? പറയുമ്പോൾ അവര് വരാനുള്ള സമയമായല്ല. അതൊന്നുമല്ല നമ്മള് പറയാൻ വന്നത്. ആ കുട്ടിയെ അല്ല, നമ്മൾ പറയുന്നോണ്ട് വേറെ ഒന്നും തോന്നരുത്. ഇനിയിപ്പം മക്കളെ കല്യാണം ആവാറായി. ആ കുട്ടി ഇനി ഇവിടെ നിൽക്കണോ? അല്ല, നമുക്ക് ആ കുട്ടീനെ കുറച്ച് നാളൊക്കെ പരിചയമേ നിങ്ങൾക്കുള്ളൂ. അപ്പം അതിന്റെ സ്വഭാവം എങ്ങനെയാ, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാന്നൊന്നും നമുക്ക് അറിഞ്ഞൂടല്ല. അപ്പം അല്ല, ആ കുട്ടിക്ക് ഇപ്പൊ സ്വന്തമായിട്ടൊരു ജോലിയൊക്കെ ഉണ്ടല്ല. പിന്നെ കുഞ്ഞിന്റെ കാര്യമല്ലേ ഉള്ളൂ. ഒരു വീട് ആ കമ്പനിക്ക് അടുത്താണ് ഒരു വീട് നോക്കിയിരുന്നെങ്കിൽ അങ്ങോട്ട് മാറ്റാറുന്നല്ല. അല്ല, കുഞ്ഞിനെ നോക്കാനായിട്ടല്ല, പ്ലേ സ്കൂളിലൊക്കെ ആക്കിയ കുഞ്ഞിനെ നോക്കാനായിട്ട് ഇപ്പം ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഇനിയിപ്പൊ മക്കളെ കല്യാണമൊക്കെ ആവേലേ, അതിന്റെ ഇടയില്. അതെനിക്കൊന്നും മനസ്സിലായില്ല അങ്കിൾ. രാധു നിങ്ങളെ മോളും അഭിയും തമ്മിലുള്ള കല്യാണത്തിൽ എന്താണ് ബന്ധം? രാധു ഇവിടെ നിൽക്കുന്നോണ്ട് എന്താണ് പ്രശ്നം? അത് തന്നെ, രാധു നമ്മളെ വീട്ടിലല്ലേ നിക്കുന്ന. അത് മാത്രല്ല, ലച്ചു ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നാൽ തന്നെ രാധുവായിട്ട് ബാധിക്കുന്ന കാര്യം എന്താ? മക്കളെ, നിങ്ങൾക്കൊന്നും മനസ്സിലാവൂല. നിങ്ങളെ ഈ പ്രായത്തിൽ ഇങ്ങനെ തോന്നുന്നതാണ്. ഇപ്പൊ ആ കുട്ടി ഇവിടെ വന്നിട്ട് ഇത്ര നാളെ ആയിട്ടുള്ളൂ. എന്താണ് അതിന്റെ സ്വഭാവം എന്നൊന്നും അറിഞ്ഞൂടാ. അപ്പൊ നമ്മളെ മോളെ ഇങ്ങോട്ട് കെട്ടിച്ചിടുമ്പം അന്ന് തന്നെ എൻഗേജ്മെന്റിന് വന്നപ്പോ തന്നെ അഭിമോൻ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു ആ കൊച്ചുമായിട്ട്. അവൻ തന്നെ കൊച്ചിനെ എടുത്തോണ്ട് നടക്കുന്ന, ചോറ് തിന്നാൻ പോയപ്പോ പോലും ആ കൊച്ചിനെ വേറെ ആളെ ഏൽപ്പിച്ചിട്ടില്ല. അത്രയും അറ്റാച്ച്ഡ് ആയിട്ടാണ് അവൻ ആ കൊച്ചിനെ കാണുന്നത്. അപ്പൊ ഇനി ലച്ചുമോനും അവനിക്ക് ഒരു കൊച്ചാകുമ്പോഴാ, അഭിമോനിക്ക് ഒരു കൊച്ചാകുമ്പോഴാ, അപ്പൊ ഈ കൊച്ചിന് അതിൻ്റെതായ വിഷമങ്ങൾ കാണൂലേ. അതുകൊണ്ടാ പറഞ്ഞത്. അത് മാത്രല്ല, ഒരു ബന്ധമില്ല, രക്തബന്ധം ഒന്നുമില്ലാത്തൊരു കൊച്ച് ഇവിടെ വീട്ടിൽ നിൽക്കുമ്പോ ലച്ചുനെയും കാട്ടി കാര്യമായിട്ട് അഭിമോൻ രാധുവിന്റെ സംസാരിക്കുന്നുണ്ട്. അത് മോക്ക് വിഷമായിട്ടുമുണ്ട്. അതുകൊണ്ടാ നമ്മള് അവരെ ജീവിതത്തിൽ ആ മോളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതി വെക്കണ്ട, ഒരു പ്രശ്നം ഉണ്ടാവണ്ട എന്ന് കരുതിയാണ് നമ്മളിങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത്. ഇതിപ്പം ആ മോക്കിപ്പോ സ്വന്തം കാര്യം നിൽക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ പിന്നെ വേറൊരു വീടെടുത്ത് അങ്ങോട്ട് മാറുന്നതല്ലേ നല്ലത്. അവരെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരൂല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല മക്കളെ. അല്ല സാവിത്രി, നിങ്ങളെ പറയുന്ന അവർക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറയണം. നമ്മക്കും അത് മനസ്സിലാവില്ല നിങ്ങൾ എന്തിനാണ് ഉദ്ദേശിക്കുന്നതെന്ന്. നമ്മളെ മോളെയാ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവളെ വലിയ പരിചയം കാണൂല. നിങ്ങൾക്ക് 2 ദിവസം കണ്ട പരിചയം കാണുള്ളൂ. പക്ഷെ അവൾ വന്നപ്പോ തൊട്ട് നമ്മളാ നോക്കുന്ന. അവള് നമ്മളെ അടുത്താ നിൽക്കുന്നത്.
അപ്പൊ പിന്നെ അവളെ സ്വഭാവം നമുക്കറിയാതിരിക്കും. ഇത്രയും ഈ ഒരു വർഷത്തിനിടയിൽ അവളെ ഒരു സ്വഭാവം, മോശമായ ഒരു സ്വഭാവം നമ്മൾ കണ്ടിട്ടില്ല. ഭദ്ര, നീ ഒരു അമ്മയാണ്. നമ്മൾ ആദ്യമോള് കയറി ചെല്ലുന്നിടത്ത് ഇതുപോലെ ഒരു ഇതുണ്ടെങ്കിൽ നീ സമ്മതിച്ചു കൊടുക്കോ? ഇപ്പൊ ഇന്നലെ തന്നെ മോള് വിളിച്ചു നിന്ന സമയത്ത് സ്വാതി മോള് ആരെ നോക്കുകയും ചെയ്ത കഥയൊന്നും തട്ട പോലും ചെയ്യാതെ കയറി ചെന്നെന്ന് പറഞ്ഞു. ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയാണ് അവര് പെങ്കൊച്ച് ചെയ്യേണ്ടത്. ഒരു 9:30 10 മണി ആയിട്ടുണ്ട് അവർ വിളിച്ചു നിന്നപ്പം. ആ സമയത്ത് ഡോറ് പോലും നോക്കിയാതെ കല്യാണം ഉറപ്പിച്ചൊരു ചെറുക്കന്റെ റൂമിലോട്ട് കയറി ചെല്ലുന്നത് അത് നല്ല മാന്യമായ സ്വഭാവമാണ്. അല്ലെങ്കിൽ തന്നെ ആ കൊച്ചു അബീരോടെയാണ് കിടക്കണേന്ന് പറഞ്ഞു. ഇവരെ കല്യാണം കഴിയുമ്പോഴപ്പം ഇപ്പൊ തന്നെ 1.5 വയസ്സായി. കൊച്ചുങ്ങൾ ആവശ്യത്തിനുള്ള വാശികൾ കാണിക്കാനുള്ള സമയമായി. അപ്പൊ കല്യാണം കഴിഞ്ഞ് വരുമ്പോ വാശി കാണിച്ചാൽ എനിക്ക് അബീരെടുത്ത് കിടക്കണമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, കാരണം എൻഗേജ്മെന്റിന് വന്നിട്ട് ആ കൊച്ചു വിളിച്ച് അഭിയച്ചാന്നാണ്. കേൾക്കുന്നവരെന്തായിരുന്നു വിചാരിക്കൂല. അപ്പൊ നമ്മളെ കുടുംബക്കാരെല്ലാരും കൂടെ തീരുമാനിച്ചതാ ഇത്. അപ്പൊ നമ്മൾ ആലോചിച്ചപ്പോ അത് ശരിയാണെന്ന് തോന്നി. ശരിയാണ്, ഒരു ജീവിതം തുടങ്ങുകയാണ്. നമ്മളെ മക്കൾക്ക് വേറൊരാള് കാരണം ഒരു പ്രശ്നം ഉണ്ടാവണമെന്ന് പറയുന്നത് നമ്മൾ സഹിക്കുവോ? ആ കൊച്ചു നമ്മളെ കുടുംബത്തിൽപ്പെട്ടതുമല്ല, നിങ്ങളെ കുടുംബത്തിൽപ്പെട്ടതുമല്ല. അപ്പൊ നമ്മള് റോഡിലോട്ട് ഇറക്കി വിടാനല്ല പറയുന്നത്. അവർക്ക് ആ കൊച്ചിന് നമുക്ക് വേറൊരു വീടെടുത്ത് കൊടുക്കാം, മാന്യായിട്ട് ജീവിക്കാനായിട്ട്. ആ കൊച്ചിനിപ്പോ നിങ്ങൾ തന്നെ ഒരു ജോലി കണ്ടുപിടിച്ച് കൊടുത്ത, അപ്പൊ ജോലി കഴിഞ്ഞ് ആ പൊടിക്കൊച്ചിനെ നോക്കാനായിട്ട് ഇപ്പൊ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ആന്റി നിർത്തിക്കോ, മതി. എന്റെ അനിയത്തിനെ കുറിച്ച് ഇനി വല്ലതും പറഞ്ഞ അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും. അവളെ ഞാനാ കൊണ്ടുവന്ന. നിങ്ങളെ കുടുംബക്കാരിൽ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല എന്റെ അനിയത്തിയുടെ കാര്യം. നിച്ചു, അത് നീ ഒരു ഓർഫണേജിൽ അനാഥനായിട്ട് വളർന്നുകൊണ്ടാ നിനക്ക് അങ്ങനെ തോന്നുന്നത്. അവള് നിന്നെ ആന്റി സൂൾ സംസാരിച്ചോണം. എന്റെ ഭർത്താവിനെ കുറിച്ചായി പറയണത്. ശരിയാ, അവൻ അനാഥൻ തന്നെ. അവൻ അനാഥനായിട്ട് തന്നെയാ വളർന്നത്. അവന്റെ അച്ഛനും അമ്മയും മരിച്ച 10 വയസ്സ് മുതൽ കഷ്ടപ്പെട്ട് തുടങ്ങിയത് അവന്റെ ജീവിതം. അവനാ ഇന്ന് ഈ നാട് അറിയപ്പെടുന്ന 1-ാം തരം വക്കീല്. മിക്ക കേസുകളും ജയിച്ചിട്ടുള്ള വക്കീല് അവനാ എന്റെ ഭർത്താവ്. എത്ര പേർക്കറിയാം നിങ്ങളെ മോനെയും മോളെയും? എത്ര പേർക്കറിയാം? ആ അനാഥനെ ഈ നാട് മുഴുവൻ അറിയാം അവനാ. പിന്നെ അവനെ സ്നേഹിക്കാനായിട്ടൊരു കുടുംബമുണ്ട്. അവന്റെ മാത്രമായിട്ട് അവന്റെ സ്വന്തമായിട്ടൊരു ഭാര്യയുണ്ട്. അവന്റെ രക്തപ്പാൻ്റെ ഉള്ളിൽ കിടന്ന് തുടിക്കുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞ്. അതുകൊണ്ട് ഓരോ വാക്കുകളും സൂക്ഷിക്കണം. അവൻ അനാഥനല്ല. പിന്നെ രാധു, അവരെ കാര്യം തീരുമാനിക്കാൻ നിങ്ങൾ ആരുമല്ല. ആദി വിച്ചു മോനെ അവളെ വിളിച്ചോണ്ട് കയറി പോയാണ്. നിങ്ങൾ നമ്മളെ കുടുംബത്തിലെ ഒരു ഭാഗമാവാൻ പോണവരാണ്. അതിന്റെ മാന്യതയിൽ ഞാൻ പറയുന്നു. എന്റെ കൊച്ചിനാരെങ്കിലും അനാഥരെന്നാ എന്തെങ്കിലും വിളിച്ച് വിഷമിപ്പിച്ച അത് ഞാൻ സഹിക്കുമെന്ന് വിചാരിക്കണ്ട. ഞങ്ങളാ അവനെ വളർത്തിയത്, ഞാനും എന്റെ ഭാര്യയും. നിങ്ങൾക്കവ അനാഥനായിരിക്കും, പക്ഷെ ഞങ്ങൾക്കവ അവൻ ഞങ്ങളുടെ മോന. ഞങ്ങളെ മോനെ പറ്റി വല്ലതും പറഞ്ഞ. പിന്നെ രാധു, അമ്മ, അച്ഛാ, ആന്റി, നിങ്ങളെപ്പം വന്ന്? സുഖം തന്നെ എല്ലാവർക്കും? അല്ല മോളെ, അബിയോടെ പോയി കണ്ടില്ല. അമ്മ, ഏട്ടൻ എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് ഏട്ടൻ വന്ന് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിളിക്കാനായിട്ട് പോയേക്കുന്നു. ഇന്ന് അമ്മയൊക്കെ അങ്ങ് പോവുകയല്ലേ കയറി. നീ ആ കാര്യം പറഞ്ഞത് അമ്മ വിളിച്ചിരുന്നു. അമ്മ ഇവിടെ പോണെന്ന് പറഞ്ഞ് നിങ്ങളുടെ ചോദിക്കാൻ പറഞ്ഞു. ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നല്ലേ? താനുവിന്റെ ഹസ്ബൻഡ് 1-2 മാസത്തേക്ക് എന്തൊരു കമ്പനിയില് വർക്കിന്റെ കാര്യത്തിന് പോണെന്ന് പറഞ്ഞു. അപ്പം കൊച്ചിനും തനിയോടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ അമ്മയടുത്തൊന്ന് കയറി ചെല്ലാൻ പറഞ്ഞു. ഏട്ടൻ ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പം ഏട്ടൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി അമ്മവും ചോദിച്ചു, അമ്മ ഞാനും കൂടെ വരട്ടാണ് പറഞ്ഞു. വരാൻ പറഞ്ഞു. അങ്ങനെ അമ്മേനോടെ ഗൾഫിൽ പോണ സന്തോഷത്തിൽ നിൽക്കുക അവള്. നാളെ ഫ്ലൈറ്റ്. അപ്പം അതിനായിട്ടുള്ള പാക്കിങ്ങും സെറ്റപ്പ് ഒക്കെ ആയിട്ട് ഇന്ന് ലീവായിരുന്നു ചേട്ടി. അങ്ങനെ ഏട്ടനെ വിളിക്കാൻ പോയതാ. ഏട്ടൻ ഭാവി വധുവിനെയും അമ്മേനെയും യാത്രയാക്കാനായിട്ട് വന്നതാ. ഇനി 2 മാസം കഴിഞ്ഞേ കാണത്തുള്ളൂ. അതിന്റെ സങ്കടത്തിലേട്ടൻ. കല്യാണം കഴിയാതെയാണ് ചെറുക്കന്റെ വീട്ടുകാരോടെ പോണത്. ഇപ്പോഴത്തെ പെമ്പിള്ളേരോരോ കാര്യങ്ങളെ നോക്കിയാണ് കല്യാണം കഴിയുന്നില്ല. കല്യാണം കഴിയുന്നതിന് മുമ്പ് ചെറുക്കന്റെ വീട്ടുകാരായിട്ട് പോവേണ് കറങ്ങാനായിട്ട്. അല്ല, ഇതിനൊക്കെ സമ്മതിക്കുന്ന വീട്ടുകാരെ വേണം പറയാനായിട്ട്. നമുക്ക് ഓരോ ആചാരങ്ങളും ചടങ്ങുകളൊക്കെ ഇല്ലേ? ആചാരങ്ങളും ചടങ്ങുകളും അനുസരിച്ചാണെങ്കിൽ ആന്റിമാർ രണ്ടുപേരും ഒന്നും ഇവിടെ ഇരിക്കൂലായിരുന്നു. കാരണം ഈ കല്യാണം കഴിയുന്നതിന് മുമ്പ് വീട്ടിലെ പെണ്ണുങ്ങളാരും അങ്ങനെ ചെറുക്കന്റെ വീട്ടിലേക്ക് വരാറില്ല. കാരണം
അതിനായിട്ടാണ് ഒരു പ്രത്യേക ചടങ്ങ് വെച്ചേക്കുന്നത്, അടുക്കള കാണലെന്നും പറഞ്ഞു. ആ സമയത്താണ് പെൺവീട്ടിലെ പെണ്ണും എന്റെ അമ്മയും അച്ഛനും എല്ലാരും ഈ ചെറുക്കന്റെ വീട് കാണുന്നതും എല്ലാം. അതിനായിട്ടാണ് അങ്ങനെ ഒരു ചടങ്ങ് വെച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആചാരവും ചടങ്ങുകളും വെച്ചാണെങ്കിൽ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? പിന്നെ കെട്ടുന്ന പെണ്ണാണ് ചെറുക്കന്റെ വീട് ആദ്യം കാണാനുള്ളത്, അല്ലാതെ വീട്ടിൽ ഇരുന്ന് കുത്തിയിരുന്ന് തിന്നുന്നവരെ വന്നിരുന്ന് കാണാനുള്ള സ്ഥലമല്ല ചെറുക്കന്റെ വീട്. ആ പെണ്ണാണ് ഈ വീട്ടിൽ ജീവിക്കാൻ പോകുന്നത്. ആ പെണ്ണാണ് ഈ വീട് കാണേണ്ടത്, ഈ വീട്ടിലുള്ളവരുടെ സ്വഭാവം അറിയേണ്ടത്. പിന്നെ അവൾക്കും അവളെ വീട്ടുകാർക്കും ചേട്ടന്റെ വീട്ടുകാർക്കും ഇല്ലാത്ത വിഷമമൊന്നും നിങ്ങൾക്ക് ആർക്കും വേണ്ട. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങളെ കാര്യം നോക്കി തിന്നാ മതി. പക്ഷെ ആ കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണാണ് കെട്ടിക്കയറി ചെല്ലണ വീട്ടിൽ കിടന്ന് അനുഭവിക്കേണ്ടത്. അമ്മ ഞാൻ പോണെങ്കിൽ തലവേന എടുക്കുന്നത്, ഞാൻ അത് കിടക്കട്ടെ. കണ്ട നമ്മൾ പറഞ്ഞിപ്പോ എന്തോരണ്ട തെറ്റി, പാവം പോലെ അഭിനയിക്കുന്നതാ. മിണ്ടാപ്പൂച്ച കല്ല ഉടച്ചത് കണ്ട. നിങ്ങളെ പറഞ്ഞതിനല്ലേ അവള് മറുപടി പറഞ്ഞോളൂ. അവള് പറഞ്ഞതിൽ എന്തുകൊണ്ട് തെറ്റ്? ആ എന്തരാവട്ടെ. പിന്നെ നിങ്ങൾ പറഞ്ഞത് അതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കട്ടെ. ആലോചിച്ചിട്ട് എന്തെങ്കിലും ഉചിതമായ തീരുമാനം എടുക്കാം. ആർക്കും ദോഷം വരാത്ത വിധത്തിൽ ഒരു തീരുമാനം എടുക്കാം. നമ്മളൊന്ന് ആലോചിച്ചിട്ട്. പിന്നെ അബി ഇനിയിപ്പം വരുമ്പോ ഒരു നേരം ആവും. പിന്നെ മോനെ, നമ്മൾ നിന്നെ കുറിച്ച് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, നിന്നെ സങ്കടപ്പെടുത്താനും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതുമല്ല. ഒരാളെ മനസ്സ് കുത്തി നോവിച്ചിട്ട് അറിയാതെ പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആന്റി. പക്ഷേ നിങ്ങളാ പറഞ്ഞത് കൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം നിങ്ങളാ പറഞ്ഞതില് തിരിച്ചു പറയാൻ എനിക്കൊരാളുണ്ടെന്ന് തോന്നൽ എനിക്കുണ്ടായി. എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് ചോദിക്കാൻ ഒരാളുണ്ടെന്ന ചിന്ത അതൊരു മനുഷ്യനെ ഭയങ്കരമായിട്ട് വലിയവനാക്കും. ശരിയെന്ന് ഭദ്രേ മോളെ, ഇറങ്ങാട്ടാ. മനസ്സിലെ ദേഷ്യമൊന്നും വെച്ചേക്കണ്ട, നമ്മള് പറഞ്ഞതേ ഉള്ളൂ. ശരി, നിങ്ങൾ ആലോചിക്കാം. അത് നമുക്ക് ആലോചിക്കാം. ശരി എന്നാ. അല്ല അച്ഛ എന്തിനാണ് ആലോചിക്കാൻ പോണ? രാധുവിനെ ഇവിടെ ഇറക്കി വിടുന്ന എങ്കിൽ അച്ഛൻ ഓർത്തോ, രാധു ഇറങ്ങുന്നതിന്റെ കൂടെ ഞാനും ഇറങ്ങിയിരിക്കും, കൂടെ എന്റെ ഭാര്യയും കാണും. അവളെ ഞാനാ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആരെങ്കിലും കയറി വരുമ്പോൾ അവളെ നടുത്തെരുവിലോട്ട് ഇറക്കി വിടാനായിട്ടല്ല ഞാൻ അവളെ കൊണ്ടുവന്നു. അവളെ എന്റെ അനിയത്തിയാ. അങ്ങനെ തന്നെ ഞാൻ കാണുന്നത്. അവളെ കൂടെ എപ്പോഴും ഞാൻ കാണും. ഒറ്റയ്ക്കാക്കൂല ഒരിക്കലും. ഈ വിഷ്ണുവാ പറയുന്നത്. മോനെ വിച്ചു, നിനക്കെന്താ പൈത്തിയോ? ഞാൻ ആലോചിക്കാന്ന് പറഞ്ഞാ അവരെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കാന്ന്, അല്ലാതെ എന്റെ മോളെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്ന കാര്യമല്ല. പിന്നെ ഇവർക്ക് വേണ്ടിട്ട് ഞാൻ എന്റെ മോളെ ഇറക്കി വിടാൻ പോകണ, മോളെ കൊച്ചിനെയും കൂടെ. അവരെ മോളെ വന്നില്ലെങ്കിൽ വരണ്ടടാ, നമ്മളെ കൊച്ചു നമ്മളടുത്ത് തന്നെ കാണും. എന്റെ കൊച്ചുങ്ങളെ ഇറക്കി വിട്ടിട്ട് ഞാൻ ഇപ്പം തന്നെ, നീ അങ്ങനെയൊന്നും ചിന്തിക്കേ വേണ്ട, നീ പോ. അവർക്കുള്ള മറുപടി നമുക്ക് പിന്നെ കൊടുത്തോളാം. വന്നേക്കേനി എന്റെ കൊച്ചിനെ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനേ. അല്ലെങ്കിലും എനിക്കറിയാം, ഞാനും എന്റെ അച്ഛനൊക്കെ വരെ വൈബാണെന്ന്. വാടാ വെച്ച് എന്നാലും എത്ര ധൈര്യം ഉണ്ടായിട്ട് വന്നിട്ട് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഞങ്ങളെ കൊച്ചിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് പറഞ്ഞു. ഇത്ര തഴുക്ക ചിന്തയുള്ള മനുഷ്യരായിരുന്നു അവര്. എന്തായാലും ഇങ്ങനൊരു സംഭവം നടന്ന കാര്യായി. ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ യുദ്ധം നടന്നന്. നിന്റെ കൊച്ചിന് എന്തെങ്കിലും ഉപദ്രവിച്ചിരുന്നെങ്കിലാ. എന്റെ കൊച്ചിന് സങ്കടം വന്ന ഒരു കാര്യം ഈ വീട്ടിൽ ചെയ്യൂല. കല്യാണത്ത് മക്കളടുത്ത് എല്ലായിടത്തും കൂടെ പറയുന്നു, എന്റെ കൊച്ചിത് അറിഞ്ഞ അവളെ മനസ്സാണ് ഇത് എന്റെ കാര്യം കൊണ്ട് നൊന്ത. അറിഞ്ഞ ആരായാലും ഞാൻ വെച്ചേക്കൂല, പറഞ്ഞിടന്ന് വേണ്ട. അതേനെ അവൾ അറിയണ്ട. വാ ആദ്യ കുട്ടി പോയി കിടക്ക. നീ വല്ലതും കഴിച്ചിട്ട് വാ, വന്ന് കിട. പോ വല്ലതും പോ 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 ഒരു ഭാഗം കഴിക്കാതെ മതി വീണ്ടും കിടക്കാനായിട്ട്. ഇപ്പൊ നീ മടിച്ചേറ്റ് വരുന്നത്. അത് നീ പറഞ്ഞ കറക്റ്റാ. ഞാൻ ഒരാഴ്ച ലീവാ കമ്പനിയിൽ. അതൊക്കെ എനിക്കുടനെ ഞാൻ മെയിൽ ചെയ്തു. വയ്യ. അത് മോളെന്ന് വന്നാ നേരത്തെ എന്തു പറ്റി? വയ്യേ? നീ എവിടെ പോണ്? എടി ആത് വന്ന് ദേഷ്യം ഉണ്ടായിരുന്നു മുഖത്ത്. എന്തേലും പറ്റിയെന്ന് അറിയാൻ വയ്യ. മുഖമൊക്കെ പെരുക്കി വെച്ചോണ്ട് വന്ന്. ഞാൻ കൊറേ കാര്യം ചോദിച്ചു, ഒരക്ഷരം മിണ്ടില്ല, പോയി കഥ അടച്ച്. അന്ന് അതോ കഥ പറ. അതോ കൊച്ചേ കഥ പറ, എന്തേലും പറ്റി? മനുഷ്യനെ തീ തിന്നിക്കല്ലേ നീ. കഥ പറഞ്ഞാണ് അങ്ങാട്ട്. എന്റെ അമ്മ നിങ്ങൾക്കൊരു സമാധാനം തരോ? ഞാൻ ഇത്തിരി കിടക്കട്ടെ, എനിക്ക് ഒട്ടും വയ്യ. എനിക്ക് തലവേദന എടുക്കുന്നത്, ഞാൻ ഒന്ന് കിടക്കട്ടെ.
മനുഷ്യനൊന്ന് സമാധാനമായിട്ട് കിടക്കാൻ പോലും സമ്മതിക്കൂല ഓരോന്ന്. പെണ്ണെ, ഞാൻ ഒന്നങ്ങത്ത് വെച്ചെന്നാണ്ടല്ല മനുഷ്യനെ പഠിപ്പിക്കാനായിട്ട് കഥ ഉടച്ച് വന്നിട്ട് കാര്യം പറഞ്ഞിട്ട് പോയി കടന്നുകൂടാ. എനിക്ക് തലവേദന എടുക്കണമെങ്കിൽ ആശുപത്രിയിലാണ് പോണോ? എനിക്ക് എവിടെയും പോണ്ട, എനിക്കൊന്ന് സമാധാനം തരുമോ? നിങ്ങളെ മോക്ക് എന്തേലും പറ്റി? ചാടി കടിക്കണ മനുഷ്യനോട്. ആ എന്റെ അടുത്ത് തന്നെ ചോദിക്കണം. നീയും ഇതേപോലെ കുറെ കാണിച്ചിട്ടുണ്ട്. നിന്റെ കുറെ പ്രഗ്നൻസി മൂഡ്സും ചുങ്ങല്ല സിങ്ങ് മനുഷ്യനായിട്ട് ഭ്രാന്ത് പിടിപ്പിച്ചിട്ടുണ്ട്. നീ അടുത്ത് വിച്ചുവിന്റെ കാര്യ കഷ്ടം. എന്റെ മോൻ, അവന്റെ കാര്യം ഗോവിന്ദ ഗോവിന്ദ. ആ നിങ്ങൾ ഇവിടുന്ന് ഗോവിന്ദ ആക്കിക്കൊണ്ടിരിക്കും. ഞാൻ പോണു. തന്തേന്റെ മോളും എല്ലാം കാണാത്തു തന്നെ. അമ്മ, അച്ഛാ, ഞാൻ വന്നു. ആ നീ വന്ന ഇന്ന് ആദ്യം എന്തൊരു പറ്റി മകളെ? വന്ന ഉടനെ കഥവ് വെച്ച പടക്കനെ അടിച്ചിട്ട് കയറി കിടക്കുന്നു വയ്യെന്നും പറഞ്ഞു. ഒരു വക കഴിച്ചിട്ടുമില്ല. ആ എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല അച്ഛാ. ഞാൻ അറിഞ്ഞില്ല. ഞാൻ അവിടെ സെക്ഷനിൽ ചെന്നപ്പോ അവിടെ ആളില്ല. അപ്പഴേ അറിഞ്ഞ ഉച്ചയ്ക്ക് പോന്നു. വയ്യെന്ന് ക്ഷീണം കാണും, അതുകൊണ്ടായിരിക്കും. കണ്ടന അമ്മ? ആ ഉറങ്ങാ മോളെ, റൂമിലുണ്ട്. എന്നാ അമ്മ ഞാനും കുറച്ചേരം കഴിഞ്ഞിട്ട് ഇറങ്ങി വരാമേ. നല്ല ക്ഷീണം, ഒന്ന് കിടക്കട്ടെ. മോനെ, അവളെ വിളിക്കാത്തൊന്നും അവള് വരണില്ലേ? കഴിക്കുന്നില്ലേ ഇന്ന്? രാത്രി ഉച്ചയ്ക്കാ വന്നിട്ട് ഒന്നും കഴിച്ചില്ല ഈ പെങ്കൊച്ച്. ഈ ഒരു വാ കഴിക്കായിരുന്നു എന്തിനാണ് ചെയ്യുന്ന? ഓ എനിക്കറിഞ്ഞൂടെ അമ്മ. ഞാൻ വന്നപ്പോ തൊട്ട് അവളുടെ അടുത്ത് എന്തൊക്കെയാ ചോദിക്കണം, ഒന്നും മിണ്ടില്ല. മോന്തയിലേക്ക് വെച്ചോണ്ടിരിക്കുന്നു. അവസാനം ഞാനും ഒന്നും മിണ്ടാൻ പോയില്ല. ഇനി കഴിക്കാൻ വരണില്ലെന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് ഒരു ചെനപ്പ് ചെനപ്പ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. എന്ത് തരം മൂടി സിങ്ങാണോ അത്. മിക്കവാറും ഡെലിവറി കഴിയുമ്പോൾ എന്നെ അവള് സിങ്ങിലിട്ടാട്ടും. നേരത്തെ ഉണ്ടാക്കി വെച്ചല്ലേ ഡാളിയ, കുഴപ്പമില്ല, അനുഭവിച്ച് ചീട്ടും വാങ്ങിക്കും. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. നിങ്ങൾ ഇവിടെ ഇരി. ആദി, 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 ആദി എണീരടാ. വാ, അമ്മതാ നല്ല ചൂട് നിനക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓടി വാ. അമ്മായി, അമ്മേ ഇന്ന് നല്ല ചപ്പാത്തി മുട്ടക്കറിയാ ഉണ്ടാക്കിയേക്കണം. നീ വന്നാണ് വേഗം. വാ ആദി, എണീര്, ഇനി വാടി, എണീര്. പ്ലീസ്, എനിക്ക് തല വയ്യ, നീ ഒന്ന് പോയാണ്. എനിക്ക് വിശക്കണമെങ്കിൽ ഞാൻ കഴിച്ചോളാം. ഓ എന്റെ പൊന്നാതു, തലവേദന നിനക്ക് ആഹാരം കഴിക്കാത്തോണ്ടാ. ഈ പ്രഗ്നൻസി സമയത്ത് ആ ഫുഡ് നന്നായിട്ട് കഴിക്കണമെന്ന് നീ ഇങ്ങോട്ട് വന്നാണ് ചുമ്മാ കളിക്കാതെ. ഓ എന്റെ കൊച്ചിനും എല്ലാം കൊടുത്ത. രാതു, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു എനിക്ക് തലവേദന എടുക്കുന്നത്. നീ അധികം കിടന്ന് എന്റെ അമ്മയാവാൻ നോക്കണ്ടേട്ടാ. അല്ലെങ്കിൽ തന്നെ നീ ആരാ ഈ വീട്ടിലാ? നീ ആരാ? ഞങ്ങളെ കാര്യങ്ങൾ നോക്കാനും ഞങ്ങളെ ശ്രദ്ധിക്കാനും എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാനും എന്നെ ആഹാരം കഴിപ്പിക്കാനൊക്കെ നീ ആരാ? പെണ്ണെ, പ്രഗ്നന്റ് ആയിട്ടിരിക്കണമെന്ന് നോക്കില്ല. ഞാൻ പോരണ്ട പറ്റിച്ചേരുന്ന എന്റെ വായിക്കിട്ടിറങ്ങ അടി കൊള്ളു എന്നെയെന്ന്. മര്യാദക്ക് സംസാരിക്കണം നീ, ഇടല. തലവേദന എടുക്കണമെന്ന് പറഞ്ഞോണ്ടല്ലേ അവൾ അങ്ങനെ പറഞ്ഞു. നീ ഉച്ചയ്ക്ക് വല്ലതും കഴിച്ചായിരുന്ന? വല്ലതും കഴിക്കായിരുന്ന കൊച്ചിനെ വായിക്കി കിടക്കുന്ന കൊച്ചിനെ ഒന്നും വേണ്ടേ? പെണ്ണിനെ കുറെ കളി. ദേ, എന്നെ കൊണ്ടൊന്നും പറയത്തില്ല, മര്യാദക്ക് വന്നോ നീ. അതവൾ അവൾ അറിയാതെ പറഞ്ഞായിരിക്കും. നീ മിണ്ടരുത്. എന്നെ ആര് വഴക്കുന്നത് നിനക്കെന്താ? എന്നെ എന്റെ ഹസ്ബൻഡ് വഴക്കുറയും എന്റെ അമ്മ വഴക്കുറയും അതൊന്നും ചോദിക്കാൻ നീ ആരുമല്ല. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, കേട്ടല്ലോ. എന്റെ കാര്യത്തിലോ എന്റെ കുടുംബക്കാരുടെ കാര്യത്തിലോ ഇടപെടേണ്ട ആവശ്യം നിനക്കില്ല. അവരെന്ത് പറഞ്ഞ നിനക്കെന്താ? എന്നെ അവര് പലതും പറയും, അന്ന് നീ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, കേട്ടല്ലോ. ആണോ? ഞാൻ സൂട് സംസാരിച്ചോണം. എന്റെ ഒന്നും വാങ്ങരുത്. നീ ഇതുവരായിട്ടും എന്നെ ഒന്നും കിട്ടിയിട്ടില്ല. നീ എന്റെ ഒന്നും വാങ്ങാൻ നിൽക്കരുത്. ഇവക്ക് വേണ്ടി നീ എന്നെ തല്ലു. എന്തിന്? ഇവക്ക് വേണ്ടി എന്തിനാ നീ എന്നെ തല്ലുന്ന? അല്ലെങ്കിൽ തന്നെ ഇവൾ ആരാ? ഈ വീട്ടിൽ ആരാ? നമ്മൾ ഇവളെ ആരാ? നമ്മൾ ഇവളെ ആരും അല്ല. അവളെ കാര്യങ്ങൾ തീരുമാനിക്കൊക്കെ നമ്മൾ ആരാ? അല്ലെങ്കിൽ തന്നെ നമ്മളെ കാര്യത്തിൽ എന്തിനാ ഇവളെ ഇടപെടുന്ന? ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം ആർക്കും കൊടുക്കാൻ വെച്ചു. ആദ്യം മോളെ, നിനക്ക് എന്തിനാ പറ്റിയത്? എന്തിനാണ് നിന്റെ പ്രശ്നം? പറ, നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന കാര്യം പറ. അതുകൂടെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കും. രണ്ട് അടി അറ്റിച്ചു കൊടുക്കാനുള്ള കുറവ് പെണ്ണിന്. ഓ, നിങ്ങൾ എല്ലാരും കൂടെ എന്തിനാ എന്നെ അടിക്കാൻ നിൽക്കുന്ന? ആർക്ക് വേണ്ടി? ഇവക്ക് വേണ്ടിയാ. ഈ നിൽക്കുന്ന ഇവക്ക് വേണ്ടിട്ടാ. അടുത്ത ആഴ്ച ലണ്ടനിലേക്ക് കയറി പോയിട്ട് നിൽക്കുന്ന ഇവക്ക് വേണ്ടിട്ടാണ് നിങ്ങൾ എന്നെ അടിക്കാൻ വരുന്നത്. സ്വന്തം കാര്യം മാത്രം നോക്കി കയറി പോന്നിക്കുന്ന ഇവക്ക് വേണ്ടിട്ടാണ് നിങ്ങൾ എന്നെ അടിക്കാൻ വരുന്നത്. സെൽഫിഷാ ഇവര്. ഇവള് സെൽഫിഷാ. സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി അവക്ക്. അവള് അടുത്ത ആഴ്ച കയറി പോവാൻ നിൽക്കുന്ന നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞായിരുന്നോ? അവക്ക് വേണ്ടിയാണ് നിങ്ങൾ എന്റെ അടുത്ത് ഈ കിടന്ന് വഴക്കുണ്ടാക്കാൻ വരുന്ന. നീ എന്തോ അതോ പറയുന്ന? അവള് എവിടെ പോവാനായിട്ട്? അവള് ലണ്ടനിൽ എന്തിനു പോകുന്ന? നിനക്ക് എന്താ അതോ വയ്യേ? തലയ്ക്ക് പ്രാന്താണ് പിടിച്ചത്. തല എവിടെയെങ്കിലും ഇടിച്ച? അതിന് നമ്മളെല്ലാരും കൂടെ അല്ലേ ഒന്നിച്ചിരുന്ന് തീരുമാനം എടുത്തത് രാത് പോകുന്നില്ലാന്ന്. അത് അവള് കമ്പനി ചെന്ന് പറഞ്ഞില്ലേ മോളെ? പിന്നെ എന്തോന്ന് പ്രശ്നം? എന്നാ അങ്ങനെയല്ല, അവള്
പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ലീവ് എടുത്തില്ലേ, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്ന് അതിന്റെ പിറ്റേ ദിവസം ഇവള് കമ്പനി ചെന്ന് ഇവളായിട്ട് ചെന്ന് പറഞ്ഞ് ലണ്ടനിൽ പോവാനായിട്ട് ഇവക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. അത് എന്നെ വിളിച്ച് പറയരുതെന്ന് കൂടി ഇവള് പറഞ്ഞിരുന്നു. ഞാൻ ഇന്ന് ഓഫീസിൽ രാത്രി ലണ്ടനിലേക്ക് കയറി പോണെന്ന് പറഞ്ഞ് സത്യമാണോ അല്ലേന്ന്. എന്തുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞില്ല, നമ്മളടുത്ത് ചോദിച്ചേ. അത് നീ ഒന്ന് സമാധാനപ്പെടും, എന്നിട്ട് കാര്യം പറ. നീ ഇങ്ങനെ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ല. അവൾ എവിടെ പോവാനായിട്ട്? അവൾ എന്നെ വിട്ടിട്ട് എവിടെയും പോകൂല. അത് നിന്റെ വിശ്വാസം മാത്രം വെച്ചു, അത് നിന്റെ മാത്രം വിശ്വാസ. അവളെ അടുത്ത ആഴ്ച ലണ്ടനിലേക്ക് കയറി പോവാൻ പോവുക. നമ്മുടെ കമ്പനിന്ന് ലണ്ടനിലേക്ക് പോകുന്ന ഒരാള് നിന്റെ അനിയത്തിന്ന് നീ വിശ്വസിക്കുന്ന ഈ നിൽക്കുന്ന സ്വാതി കൃഷ്ണയാണ്. മനസ്സിലായോ? എന്നിട്ട് തലമുറ കേറിയത്. രാധു ഇങ്ങോട്ട് നോക്ക്, എന്റെ മുഖത്ത് നോക്കടി. നീ നീ ആ കമ്പനി ചെന്ന് പറഞ്ഞായിരുന്നോ നിനക്ക് പോവാൻ സമ്മതമാണെന്ന്? പറഞ്ഞായിരുന്നാ ഇല്ലായിരുന്നോ? സ്വാതി, നിന്റെ അടുത്താ ഞാൻ ചോദിക്കുന്നത്. നീ പറഞ്ഞാ ഇല്ലേ? നമ്മളെല്ലാരും കൂടെ എടുത്ത തീരുമാനം നീ ചെന്ന് അവിടെ പറഞ്ഞെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വരാൻ എന്താ കാരണം? പറയടി അങ്ങോട്ട്. നീ പറഞ്ഞില്ലെങ്കിൽ എന്റെ കയ്യിലെ ചൂട് നീ അറിയും. പറ. അത് പറഞ്ഞത് ശരിയാണ്. നീ അങ്ങനെ ഒരു തീരുമാനം എടുത്ത? ഓ, അപ്പം എന്റെ ചിന്ത കറക്റ്റ് ആയിരുന്നു. നീ എന്നാ അവർ പറയുന്നതെല്ലാം കേട്ടായിരുന്നല്ലേ? അത് കേട്ടിട്ട് നീ എടുത്ത തീരുമാനാ ഇത്. എന്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചു നീ. എന്റെ അനിയത്തി ഞാൻ അറിയാതെ ഒരു തീരുമാനം എടുക്കൂലെന്നൊരു അഭിമാനവും വിശ്വാസവും ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അല്ല, നിനക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനൊക്കെ അറിയാം. അതെ, ഞാൻ കേട്ടായിരുന്നു. ഞാൻ എന്താ പിന്നെ വേണ്ടേ? അബിയുടെ ജീവിതം ഞാൻ കാരണം നശിക്കുന്ന കാണുന്നു. എനിക്കറിയാം നിങ്ങൾ ആരും എന്നെ ഇവിടെ നിന്ന് വേറൊരു വാടക വീട്ടിലോട്ട് മാറ്റൂല എന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. നല്ല ഉറപ്പുണ്ട് എനിക്ക്. അപ്പൊ പിന്നെ ഞാൻ ആലോചിച്ചിട്ട് ഈ ഒരു വഴി എന്നെ മുമ്പ് കണ്ടോളൂ. ഇതാകുമ്പോ ഞാൻ ജോലിക്കൊന്നും പറഞ്ഞാണ് പോയെന്ന് വിചാരിക്കും. ആർക്കും ഒരു വിഷമം വരൂല. ഞാൻ പിന്നെ എന്തോന്നാ ചെയ്യണ്ട? ഞാൻ കാരണം ഒരാളെ ജീവിതം എനിക്ക് മുമ്പ് നശിക്കുന്ന കാണാൻ എന്നെ കൊണ്ട് പറ്റൂല. അവര് പറഞ്ഞാൽ എന്തുണ്ട് തെറ്റ്? ആരും അല്ലാത്ത, എന്നെ കുറിച്ച് ഒന്നും അറിഞ്ഞില്ലാത്ത ഒരു വ്യക്തിന് 1 വർഷം ഇവിടെ നിർത്തിയതിന്റെ പേരില് അവരെ മോളെ ജീവിതം നരയിപ്പിക്കാൻ ഇട്ട് കൊടുക്കുന്നു. അവര് പറഞ്ഞ കണക്ക് അവരെ മോളെ ജീവിതം സേഫ് ആണെന്ന് അവർക്ക്. അതുകൊണ്ട് ഏട്ടാ ഞാൻ ഇങ്ങനെ തീരുമാനം എടുത്ത ഏട്ടനടുത്ത് പറയണമെന്ന് 100 പ്രാവശ്യം ആലോചിച്ചത്. പക്ഷെ പറ്റില്ല. എനിക്കറിയാം ഏട്ടൻ വിടൂലെന്ന്. അതുകൊണ്ടാ ഞാൻ അടുത്തും പറയാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത. സോറി ഏട്ടാ, പ്ലീസ്. ഞാൻ അങ്ങോട്ട് പോകുന്നതില് ആരും ഇതിന് പറയരുത്. ഇവിടെ എന്താണ് ഞാൻ അറിയാതെ നടന്നത്? എന്തിന്റെ കാര്യ വെച്ച് പറയുന്ന? ആര് വന്ന കാര്യമായി പറയണ? ആരെന്ത് പറയുന്ന കേട്ടിട്ടാ ഇവിടെ ഇങ്ങനത്തെ ഒരു തീരുമാനം ഇവിടെ എടുത്തത്? അമ്മ നിങ്ങളടുത്താണ് ഈ ചോദിക്കുന്ന എന്തോന്നാണ് ഇവിടെ നടന്ന? ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് പലത്. ഞാൻ എന്നെ ഇഗ്നോർ ചെയ്യേക്കാം. കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയി കിടത്തി എന്റെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരക്കാം. കൊച്ചിന് എന്റെ കൈ തരാറില്ല. ഇപ്പൊ ഒരാഴ്ചയായിട്ട് അവനെ അധികം ഞാൻ എടുക്കാറ് പോലുമില്ല, എടുക്കാൻ തരാറില്ല. എന്തൊക്കെയാ ഇവിടെ നടക്കണ? അമ്മ നിങ്ങൾ പറ, എന്താ അവിടെ നടന്ന? അത് തന്നെ മോനെ അബി. അമ്മ ആദ്വാ കണ്ടില്ല, ഒരുങ്ങിയില്ലേ അവള്? അതിനെ വെച്ചുകൊണ്ടാക്കിയല്ല, അവര് പോയി. എന്നാ പിന്നെ അച്ഛ ഞാൻ ഇറങ്ങാം. അമ്മ അബിയേട്ടാ എന്നെ ഒന്ന് ബസ് സ്റ്റാൻഡിലോട്ട് ഡ്രോപ്പ് ചെയ്യോ? എനിക്ക് താമസിച്ച് ചിലപ്പോ ഇനിയിപ്പം വണ്ടി കിട്ടൂല. ഞാൻ അതുകൊണ്ടെന്നാ വിചാരിച്ച അവള് നേരത്തെ പോയത് അറിഞ്ഞില്ല. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, എനിക്ക് കുറച്ചിടത്ത് കയറേണ്ടതുണ്ട്. അമ്മ അച്ഛാ ഞാൻ പോണേ, ബൈ.
ശരി, എന്നാ ഞാൻ ഇറങ്ങാം. നമ്മളെ കാണിക്കാത്ത ക്രൂരതയില് ആ കൊച്ചിന്റെ മുഖം കണ്ട അവൾ മറ്റാർക്കും ദോഷം വരണമൊന്നും ചെയ്തില്ലല്ലോ. അവളെ മനസ്സിന് ശരിയെന്ന് തോന്നി അവള് ചെയ്യും നമുക്ക് വേണ്ടിയിട്ട്. പാവം, എന്റെ മുഖം കൊണ്ട് സഹിക്കുന്നില്ല. എനിക്കും പറ്റുന്നില്ല ഏട്ടാ. എന്ത് ചെയ്യാനാ? അവള് പെട്ടെന്ന് ഇങ്ങനെ നമ്മളൊക്കെ വിട്ടു പോണെന്ന് തീരുമാനം എടുത്താ സഹിക്കും നമ്മളെ കൊണ്ട്? ഇന്നലെ തന്നെ കിടന്നിട്ട് ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. എന്റെ കൊച്ചിനെ കൊണ്ട് അവിടെ പോയാ അവൾക്കും ഒരു സമാധാനം കിട്ടൂല. എങ്ങനെ ഇവിടെ നിൽക്കും നമ്മള്?